ഹായ്, മാളൂസ് വിജയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെയിൽ പോസ്റ്റ് ഇടുണ്ടായി. അപ്പം ഇന്ന് അവരെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഡെലിവറി വീഡിയോ ആണ്. പോരാത്തതിന് നമ്മൾ അടുത്ത ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടെ നമുക്ക് പോയി വന്നിട്ട് കാണാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ലേശം വെള്ളം കൊടുക്കാം കേട്ടോ. അവർ നേരം വെളുത്തിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ വെള്ളം കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ കാണിക്കാം. ഇവരൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഒക്കെ വലിച്ചിട്ട പ്രാവാണ്. അപ്പം അതൊക്കെ 2-3 മണിക്കൂർ നമ്മൾ പറത്തിയിട്ട് വലിച്ചിട്ടതും പിന്നെ കത്തിയമ്മൻ്റെ ശല്യം കാരണം കുറച്ച് നമ്മൾ പറവ നിർത്തി വെച്ചതുമാണ് കേട്ടോ. അപ്പോൾ മെയ് മാസം മുതൽ നമ്മൾ വീണ്ടും പറപ്പിക്കൽ തുടങ്ങുന്നതാണ്. ഏതായാലും അവരെ കൊടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മുകൾ ഭാഗത്തുള്ള കൂട്ടിൽ നമ്മൾ ഫുള്ള് നമ്മുടേതായ പറവകൾ മാത്രമാണ്. താഴെ ഉള്ളത് ഫുള്ള് ഫീമെയിലും പിന്നെ തീരെ പുറത്തിടാത്ത കുഞ്ഞുങ്ങളാണ് നമ്മൾ താഴെ വെച്ചിരിക്കുന്നത്. അപ്പോൾ റിങ് കാണിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വിരിഞ്ഞു, ആർക്ക് വിരിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മളിവിടെ ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇനി എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞു, ഇതാര കുഞ്ഞാണ്, എവിടുത്തെ കുഞ്ഞാണ്, എങ്ങനെയാണെന്നുള്ള കാര്യം കംപ്ലീറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിങ് ഇടുന്നതും അതുപോലെ തന്നെ പേപ്പറുകളിൽ എഴുതി വെക്കുന്നതും. തൽക്കാലം ഇപ്പോൾ പേഴ്സൺസിൻ്റെ ഒരു ചെറിയൊരു പെട്ടിയിലാക്കിയിരിക്കുന്നു. അപ്പോൾ കൊണ്ടു കൊടുക്കണം. അതാണ് ഇപ്പോൾ പെട്ടെന്ന് ധൃതിയിൽ ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ വിളിച്ചിട്ട് എന്നെ കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. ആൾ ചെറുവണ്ണൂർ റേഞ്ചിൽ ആണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം പുത്തൂർമടം പന്തീരങ്കാവ് ലൈനിൽ വന്നിട്ട് എന്നെ കാത്തിരിക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോറും കൂടെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് മെല്ലെ കൊണ്ടു കൊടുക്കാം അവരെ. അപ്പോൾ ടെറസിൽ ഏതായാലും കുറച്ച് മരമൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ആ റൂമിലുള്ള കുറച്ച് മരങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടതാണ്. ഏതായാലും മുറ്റത്തിറങ്ങി നമ്മൾ പോവുകയാണ്. പിന്നെ ഓട്ടോയിലാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബൈക്ക് കേടാണ്. അപ്പം കൊണ്ടു കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്നൊരു ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചിട്ടാണ് ഓട്ടോ എടുത്തത്. അപ്പോൾ ആൾ നമ്മളെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളാൾ. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് പർച്ചേസ് ചെയ്ത ഷരോൺ എന്നാണ് ആളെ പേര്. ആൾക്കൊരിക്കൽ കൂടെ നന്ദി പറയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് കുരുത്തക്കെട്ട 2 മക്കളുണ്ട്. ഇത് നമ്മളെ മുറ്റത്തുണ്ടായ ഒരു ജാമ്പക്ക മരത്തിൻ്റെ മേലുള്ള കായാണ് ഈ കാണിക്കുന്നത്. ഒരു ജോഡി ഇവരാണ്. അപ്പം ഇനി ബ്രീഡ് അതുപോലെ ഇതൊക്കെ നമ്മളിൽ ആദ്യം ഉള്ളതാണ്. അപ്പോൾ ഇവരെ നമ്മൾ ഇപ്രാവശ്യം ബ്രീഡിങ്ങിന് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അടുത്തത് ഇവർ ഇതിൽ വിരിഞ്ഞ കുഞ്ഞൊക്കെ ഇവന്മാരിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം വിരിഞ്ഞ കുഞ്ഞിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂറിൻ്റെ അടുത്തുകൂടെ പറത്തി വെച്ചതാണ്. കത്തിയമ്മൻ്റെ ശല്യം കാരണം ഞാനിപ്പോൾ ഏപ്രിൽ ഒരു 5-ാം തീയതി 6-ാം തീയതിക്ക് ശേഷം പറപ്പിക്കാറേ ഇല്ല. പറപ്പിച്ച പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ പറപ്പിച്ചിട്ടില്ല. പിന്നെ ഇവര് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം ഇവരൊക്കെ കിണ്ണം കാഴ്ച റിസൾട്ടുള്ള ആൾക്കാരാണ്. ഇവരെ കുഞ്ഞുങ്ങളൊക്കെ പറക്കുന്നത് നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇത് നമ്മളെ നാടന്മാർ, സ്വന്തം നാടന്മാർ. ഇത് പോസ്റ്ററായിട്ട് തീറ്റിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാട്ടോ അവർ. ഇവരെ 2 കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് കൊടുത്തത്. അപ്പോൾ അവരിലെ മൂത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതിലുള്ള ആൾക്കാരപ്പോൾ നമ്മൾ കുഞ്ഞുമാർ ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് പറത്തി നിർത്തിയതാണ്. അപ്പോൾ അടുത്ത മാസം നോക്കാം, അവരെ പറപ്പിക്കാനുള്ളതാണ് ഇതിലെ കുഞ്ഞുങ്ങളെ. അപ്പം നമ്മൾ ഇന്നിപ്പം കൊടുത്തതിലുള്ള പാറവയുടെ 2 വെള്ളപ്പുള്ളികൾ പറഞ്ഞില്ലേ, അതിലുള്ള ഒരു ചേട്ടനാണ് കേട്ടോ ഈ കൈരപ്പുള്ളി. അപ്പോൾ ആളൊക്കെ നമ്മളോട് നല്ല റിസൾട്ടിൽ ഫുൾ ടെമ്പറിൽ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവളാണ് കേട്ടോ. പിന്നെ അതിലൊരാൾ പടി അടുത്ത ആള് കണ്ടില്ലേ, അടുത്ത ആള് അത് തൂച്ചലാണ്.
പോരാത്ത നമ്മൾ വലിച്ചിട്ടേക്കാണ്. അപ്പോൾ ഏകദേശം ചിറക് മുട്ടിയിട്ടില്ല, വാലിൻ്റെ അവിടെ കണ്ടാൽ അറിയാം. ഇത് നമ്മൾ ഫുൾ ഓൺ ഫുൾ പ്രാവളാണ് കേട്ടോ, നല്ല ഹൈ ഫ്ലയർ ആണ് കേട്ടോ. അത് താഴെ ഒന്നും പറക്കില്ല, നല്ല ടോപ്പിലാണ് ഇവരൊക്കെ പറക്കുന്നത്. നമ്മൾ ഇവരെ ഒരു ജനുവരി ഡിസംബർ ടൈമിൽ നമ്മളിവരെ പറത്തി ലെവലാക്കി വെച്ചത്. നമുക്ക് സത്യത്തിൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ പറപ്പിക്കാഞ്ഞതാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ നമ്മളിവിടെ ഇങ്ങനെ പറത്തുകൊണ്ടിരിക്കുന്നതാണ്, ടൈം എടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഇതും അതുപോലെ നമ്മളെല്ലാവരും ഒരു കിട്ടില്ല പ്രാവാണ് കേട്ടോ. അതാ ബാക്കിൽ നിൽക്കുന്നതും കിട്ടിൻ്റെ മേലെ കയറി നിൽക്കുന്നത്. അതാ അത് നമ്മൾ തീരെ ചുറ്റിക്കാൻ പറ്റാത്തൊരു പ്രാവായിട്ട് നമ്മൾ മാറ്റിയിട്ടൊരു പ്രാവാണ് കേട്ടോ. അതാ ഈ പ്രാവ് നമ്മളെ സുഹൃത്ത് നമുക്ക് തന്നതാണ്. അപ്പോൾ ഹൈ ടെമ്പർ കൂടുതലാണ്, ടെമ്പറാണ് അധികം, ഭയങ്കര പ്രശ്നമാണ്. ആളെ ഇണക്കാൻ വരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ താൽക്കാലം നമ്മൾ വെച്ചതാണ്. സമയം പോലെ ആളെ മെരുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ 2 ദിവസം കാണാഞ്ഞിട്ട് എന്നോട് സ്നേഹം കാണിക്കുക അല്ലേ. നല്ല മസ്തായ പ്രാവാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കുഞ്ഞുണ്ട് കേട്ടോ നമ്മളതിൽ. ഇതിൻ്റെ കുഞ്ഞ് എവിടെയതാ, ഇതിൻ്റെ കുഞ്ഞാണ്. അതാ പുള്ളി, അതാ പൊട്ടുന്ന പുള്ളിയില്ലേ, അതാ കുറുകുന്ന, അത് അതിൽ വന്ന ഒരു കുഞ്ഞാണ് കേട്ടോ. ഏതായാലും ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.